ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബികോമിന് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന മേജർ പേപ്പറിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്നും 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മേജർ പേപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്ററാണിത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ മീനിങ്ങും അതിന് എക്സാമ്പിൾസുമാണ്. ഇത്തരം ഓർഗനൈസേഷൻസിനുള്ള എക്സാമ്പിൾസുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ദോസ് ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഫോംഡ് ഫോർ റെൻഡറിങ് സർവീസസ് ആൻഡ് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്സ് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ അല്ലാതെ സർവീസസ് റെൻഡർ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫോംഡ് ഫോർ പ്രൊമോട്ടിംഗ് ആർട്ട്, കൾച്ചർ, സ്പോർട്സ് ക്ലബ്, വെൽഫെയർ എക്സെട്ര. ദീസ് ഓർഗനൈസേഷൻസ് ഡു നോട്ട് അണ്ടർടേക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇത്തരമൊരു ഓർഗനൈസേഷൻസ് ആർട്ട് അല്ലെങ്കിൽ കൾച്ചർ, സ്പോർട്സ് ക്ലബ്ബുകൾ, വെൽഫെയർ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇത്തരം ഓർഗനൈസേഷൻസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ചെയ്യുന്നില്ല. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാത്ത ഓർഗനൈസേഷൻസാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഓൾസോ കോൾഡ് നോൺ ട്രേഡിംഗ് കൺസേൺസ് ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇത്തരം ഓർഗനൈസേഷൻസിനെ നമ്മൾ നോൺ ട്രേഡിംഗ് കൺസേൺസ് എന്നും അതുപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിന് എക്സാമ്പിൾസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ദെൻ വെൽഫെയർ സൊസൈറ്റീസ്, സ്പോർട്സ് ക്ലബ്ബുകൾ, ദെൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ് എക്സെട്ര. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് കൂടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ അല്ലാതെ പബ്ലിക്കിനോ അതുപോലെ തന്നെ മെമ്പേഴ്സിനോ, ആ ഒരു ഓർഗനൈസേഷൻസിലെ മെമ്പേഴ്സിനോ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ ഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, പകരം എന്താണ്, റെൻഡറിങ് സർവീസസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ്ങിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ദ പ്രൈമറി എയിം ഈസ് ടു റെൻഡർ സർവീസസ് ടു ദെയർ മെമ്പേഴ്സ് ആൻഡ് ടു ദ സൊസൈറ്റി. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ സർവീസസ് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ദേ ഡു നോട്ട് അണ്ടർടേക്ക് എനി ട്രേഡിംഗ് ആക്ടിവിറ്റി. മീനിങ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നില്ല, അണ്ടർടേക്ക് ചെയ്യുന്നില്ല. ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, നോർമലി ദേ ഡു നോട്ട് ഹാവ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ്, ദേ ഡു നോട്ട് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാധാരണ ഒരു ട്രേഡിംഗ് കൺസേൺ അവരുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരിക്കലും ട്രേഡിംഗ് അക്കൗണ്ടോ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യുന്നില്ല. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ദേ മെയിൻറ്റെയിൻ ജേർണൽ, ലെഡ്ജർ, ക്യാഷ് ബുക്ക് എക്സെട്ര. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ലെഡ്ജർ അക്കൗണ്ടുകളും അതുപോലെ തന്നെ അവരുടെ ജേർണലും ക്യാഷ് ബുക്കും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആറാമത്തെ പോയിന്റ്, ദ സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ കിട്ടുന്ന സർപ്ലസ്
അത് ആ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഈ സർപ്ലസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം, പക്ഷേ ഒരിക്കലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പ്രോഫിറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. പ്രോഫിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഈ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ദെൻ 7ാമത്തെ പോയിൻറ്റ്, മാനേജ്ഡ് ബൈ എ മാനേജിങ് കമ്മിറ്റി ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ്. ഈ ഇത്തരം ഓർഗനൈസേഷൻസ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്, എലക്റ്റഡ് ബൈ മെമ്പേഴ്സ്. ആ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു മാനേജിങ് കമ്മിറ്റിയാണ് ഇത്തരം ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. 7 പോയിൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മെയിനായിട്ട് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസസ് റെൻഡർ ചെയ്യുക, അതിലുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇത്തരം ഓർഗനൈസേഷൻസ് ട്രേഡിംഗ് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നില്ല. ദെൻ ദേ ഡു നോട്ട് ഹാവ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. ദെൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇത്തരം ഓർഗനൈസേഷൻസ് ക്യാഷ് ബുക്കും അതുപോലെ മറ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോലെയുള്ള അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ദ സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ്. അതിലുള്ള മെമ്പേഴ്സിന് ആ ഒരു ഓർഗനൈസേഷൻ്റെ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ദെൻ ഇത്തരം ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നത് ഒരു മാനേജിങ് കമ്മിറ്റി ആയിരിക്കും, ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ്. അപ്പോൾ മെമ്പേഴ്സ് ഇലക്ട് ചെയ്യുന്ന ഒരു മാനേജിങ് കമ്മിറ്റിയാണ് ഇത്തരം ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുക. ഇത്രയും പോയിൻറ്റുകളാണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഇറ്റ് ഇൻക്ലൂഡ്സ്, അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ അക്കൗണ്ടുകളെയാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർന്നതാണ് ഫൈനൽ അക്കൗണ്ട്. ഒന്നാമത്തത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒന്നാമത്തെ അക്കൗണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. രണ്ടാമത്തെ അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അതുപോലെ അവസാനമായിട്ട് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നത്. ഒന്ന് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്, രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, മൂന്നാമതായിട്ട് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ 2 അക്കൗണ്ടുകളും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അടങ്ങുന്നതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലുള്ള ഓരോ അക്കൗണ്ടുകളും അതുപോലെ ബാലൻസ് ഷീറ്റും നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അക്കൗണ്ടുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. RNP അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറി കാണിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ക്യാഷ് ബുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഓർ റവന്യൂ നേച്ചർ. ഈ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ റവന്യൂ നേച്ചർ ആയിക്കോട്ടെ, എല്ലാത്തരം ക്യാഷ് റെസീപ്റ്റുകളും എല്ലാത്തരം ക്യാഷ് പേയ്മെൻറ്റുകളും നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഇറ്റ് ഈസ് ഓൺലി എ സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ സമ്മറൈസ്ഡ് ഫോം ഓഫ് ദ ക്യാഷ് ബുക്ക്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് ഓർത്ത് വെക്കുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറി ആണ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി നമ്മളതിൻ്റെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറി കാണിക്കുന്ന അക്കൗണ്ടാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും അതുപോലെ എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം.
ക്യാപിറ്റൽ നാച്ചുറലുള്ള റെസീപ്റ്റ് ആയാലും പേയ്മെൻ്റ് ആയാലും അതേപോലെ റവന്യൂ നാച്ചുറലുള്ള റെസീപ്റ്റ് ആയാലും പേയ്മെൻ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. രണ്ടാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്നാമത്തത്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഓർ ബോത്ത്, ഒന്നുകിൽ ക്യാഷ് ബാലൻസ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എൻഡ്സ് വിത്ത് ദ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഇത് എൻഡ് ചെയ്യുന്നത്, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ക്യാഷ് ബാലൻസ് വെച്ചാവാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടും ആവാം. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചുറൽ ഐറ്റംസ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ മീനിങ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വെദർ ക്യാപിറ്റൽ ഓർ റവന്യൂ നാച്ചുറൽ ഐറ്റംസ്. ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റവന്യൂ നാച്ചുറൽ ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാ റെസീപ്റ്റുകളും എല്ലാ പേയ്മെൻറ്റുകളും, ക്യാഷിൽ വരുന്ന എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഷോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ പീരീഡ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കാണിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഷോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ പീരീഡ്. ദെൻ ഏഴാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ നോൺ ക്യാഷ് ഐറ്റംസ്. നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്, എടുക്കുന്നില്ല. ഓൺലി ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ദ റെസീപ്റ്റ്സ് ആർ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റവും അതുപോലെ റവന്യൂ നാച്ചുറൽ ഐറ്റവും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള റെസീപ്റ്റുകളും പേയ്മെൻറ്റുകളുമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. റവന്യൂ നാച്ചുറൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ് എന്നുള്ളൊരു മീനിങ്ങിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ളതും ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റുകളും അതേപോലെ റെസീപ്റ്റുകളും നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് പഠിച്ചിരിക്കുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസസ്. ഇവിടെ ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ള പോയിൻറ്റുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻറ്റ്, ക്യാഷ് ബുക്കിൽ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ബുക്കാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് എ മെമ്മോറാണ്ടം അക്കൗണ്ടാണ്. ദെൻ ക്യാഷ് ബുക്കിലേക്ക് വരുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ത്രൂ ഔട്ട് ദ ഇയർ. ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും ത്രൂ ഔട്ട് ദ ഇയർ, ആ ഇയർ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇത് ഒരു സെർട്ടൈൻ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ക്യാഷ് ബുക്കിലാവുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഡേറ്റ് വൈസ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡേറ്റ് വൈസ് ആയിട്ടല്ല നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ പീരീഡിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ ക്യാഷ് ബുക്കിൽ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഫോം ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ഫോം ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. പക്ഷേ നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്. നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൻ്റെ പാർട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക.
ദെൻ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബോത്ത് ബൈ പ്രോഫിറ്റ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേൺ. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയാലും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും ഡിഫറൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കൃത്യമായിട്ട് ആ പോയിൻറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ് ബാലൻസ്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്. ഇപ്പോഴൊക്കെ നമുക്ക് ക്യാഷ് ബാലൻസസ് മാത്രമേ കൊടുക്കാറുള്ളൂ. ചിലപ്പോൾ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൊടുക്കാറുണ്ട്. ചില ക്വസ്റ്റ്യനുകളിൽ ബാങ്ക് ബാലൻസ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് റെസീപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ ഫിഗർ വെച്ചിട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നീട് സബ്സ്ക്രിപ്ഷൻസ് ആണ്. ദെൻ അടുത്തത് എൻട്രൻസ് ഫീസ്, റെസീപ്റ്റ് സൈഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡൊണേഷൻ, ലെഗസീസ്, സെയിൽ ഓഫ് അസറ്റ്, ഇൻറ്ററസ്റ്റ്. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ഇൻ കേസ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ആവുന്ന കേസിൽ ബാലൻസ് ക്യാരി ഡൗൺ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ദെൻ പേയ്മെൻറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് സാലറീസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫർണിച്ചർ, ഹോണറേറിയം. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസസ് നമ്മൾ കാണിക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസും അതുപോലെ റവന്യൂ നാച്ചുറൽ ഐറ്റംസും നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഓർ ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്. ദെൻ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ റെസീപ്റ്റുകളും ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എല്ലാ പേയ്മെൻറ്റുകളും ആ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുന്ന എല്ലാ പേയ്മെൻറ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടതെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് റെസീപ്റ്റ് സൈഡാണ്. ദെൻ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സൈഡാണെന്നുള്ളതും ഓർത്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭാരത് സ്പോർട്സ് ക്ലബിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് 31 മാർച്ച് 2024. എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് കൊടുത്തതെന്നുള്ളത് നോക്കാം. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ 3 ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, എൻട്രൻസ് ഫീസ് കൊടുത്തിട്ടുണ്ട്, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഓഫീസ് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ഡൊണേഷൻ റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ്, ദെൻ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ്, സാലറി പെയ്ഡ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇത്രയും ഐറ്റംസാണ് നമുക്കൊരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഭാരത് സ്പോർട്സ് ക്ലബിൻ്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 31 മാർച്ച് 2024 ഇയർ എൻഡിങ്ങിൽ 31 മാർച്ച് 2024 റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഫോർമാറ്റിലേക്ക് ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിലുള്ള ഐറ്റംസ് നമുക്ക് റെസീപ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ പേയ്മെൻറ്റുകൾ ഏതൊക്കെയാണ്, ക്യാഷ് റെസീപ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഒക്കെ വെച്ചിട്ടാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ഓപ്പണിംഗ് ബാങ്ക് ബാലൻസും ഒക്കെ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മറ്റ് ഐറ്റംസ്, മറ്റ് റെസീപ്റ്റുകളും മറ്റ് പേയ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് നമ്മളൊരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഭാരത് സ്പോർട്സ് ക്ലബിൻ്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭാരത് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ളൊരു ഹെഡിങ് ഒക്കെ കൊടുത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2024. അതിൽ ഓപ്പൺ ചെയ്യുന്നത്
ഡെബിറ്റ് സൈഡിലാണ്, റെസീപ്റ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സൈഡിന് നമുക്ക് പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയാം. എല്ലാ റെസീപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അതുപോലെ എല്ലാ പേയ്മെൻറ്റുകളും, അത് ക്യാപിറ്റൽ നാച്ചർ ആയിക്കോട്ടെ റവന്യൂ നാച്ചർ ആയിക്കോട്ടെ. ക്യാപിറ്റൽ നാച്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. റവന്യൂ നാച്ചർ ഐറ്റംസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നുള്ളതും ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റെസീപ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബാലൻസ് ബ്രോ ഡൗൺ, ഇവിടെ ക്യാഷിൻ്റെയും അതുപോലെ ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും ബാലൻസ് ഞാൻ എടുത്തെഴുതുന്നു, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതുന്നു. പിന്നീട് സബ്സ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4500 രൂപയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ്. അതൊരു ഇൻകമാണ്, റെസീപ്റ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിൽ കാണിക്കേണ്ട ഒരു ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്ന ഒരു റെസീപ്റ്റാണ് സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. നമ്മൾ റിഫ്രഷ്മെൻറ്റുകൾ, ഈ ഒരു സ്പോർട്സ് ക്ലബ്ബുകൾ റിഫ്രഷ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എമൗണ്ട് റിയലൈസ് ചെയ്തിട്ടുണ്ട്. 500 രൂപയാണ് എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. പിന്നീട് എൻട്രൻസ് ഫീസാണ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസീപ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ ഡൊണേഷൻ റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു റെസീപ്റ്റാണ്. ഡൊണേഷൻ റിസീവ്ഡ്, സംഭാവന കിട്ടിയിട്ടുണ്ട് 2300. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. നമ്മൾ ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നതിലൂടെ എമൗണ്ട് റിയലൈസ് ചെയ്തിട്ടുണ്ട്. 600 രൂപയാണ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഇത്രയും റെസീപ്റ്റുകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ റെസീപ്റ്റുകളും നമ്മൾ റെസീപ്റ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. പേയ്മെൻറ്റ് സൈഡാണ്. ആ ഒരു സ്പോർട്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്ന പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ പേയ്മെൻറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. എല്ലാ പേയ്മെൻറ്റുകളും, ക്യാപിറ്റൽ നാച്ചുറുള്ള പേയ്മെൻറ്റ് ആയിക്കോട്ടെ റവന്യൂ നാച്ചുറുള്ള പേയ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ റെൻറ്റ്, അതുപോലെ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, മെയിൻ്റനൻസ് എക്സ്പെൻസസ്, സാലറി, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഓഫീസ് എക്സ്പെൻസസ്, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, ഇത്രയും പേയ്മെൻറ്റുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ അതിന് ശേഷം ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാലൻസ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 200 രൂപയാണ്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് വെച്ചിട്ടാണ്. ഇവിടെ ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് ക്യാഷിൻ്റെ ബാലൻസ് മാത്രമേ നമുക്ക്, ക്ലോസിങ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്ന 3300 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ കാണിച്ചതായിട്ട് കാണാം. ബാലൻസ് ക്യാരി ഡൗൺ, ബാങ്ക് ബാലൻസിങ് ഫിഗർ 3300. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 12500 ആണ്. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ക്യാഷ് ബാലൻസ് മാത്രമേ, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡിൽ കിട്ടുന്ന ബാലൻസിനെ നമുക്ക് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണെന്ന് പറയാം. ബാലൻസിങ് ഫിഗർ എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് 3300. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഇയർ 2500, ആ ഒരു എമൗണ്ട് എടുത്തതായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം 2500 പേയ്മെൻറ്റ് സൈഡിൽ? നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്, എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ആ ഒരു ഐറ്റം എടുക്കാതിരുന്നത്. കൃത്യമായിട്ട് അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ബാലൻസിങ് ഫിഗറിന് നമ്മൾ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് എന്നാണ് പറയുന്നത്, 3300 രൂപയാണ്. അപ്പോൾ ഇതൊരു നമുക്കൊരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതേപോലെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 31 മാർച്ച് 2025 ഇയർ എൻഡിങ്ങിലെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്.
ക്യാഷ് ഓൺ ഹാൻഡ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 1/4/2024 ആ ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. 1/4/2024 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. കാരണം 31 മാർച്ച് 2025 ആണ് ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഓൺ ഹാൻഡ് എന്ന് പറയുന്നത് 1/4/2024 ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ് 1000 കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് ഫീസ് റെസീപ്റ്റിലേക്ക് വരേണ്ടതാണ്. പെയ്ഡ് ഫോർ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ടും അതുപോലെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടും പെയ്ഡ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് സൈഡിലേക്ക് വരേണ്ട ഐറ്റാണ്. ഇലക്ട്രിസിറ്റി ചാർജസ് ഒരു പേയ്മെൻ്റ് ആണ്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, നമ്മൾ പഴയ ന്യൂസ് പേപ്പേഴ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്, അതിലൂടെ എമൗണ്ട് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. റെസീപ്റ്റ് സൈഡിലേക്ക് വരേണ്ട ഒരു ഐറ്റാണ്. സബ്സ്ക്രിപ്ഷൻസ് റെസീപ്റ്റ് ആണ്, ഓർത്ത് വെക്കുക. റെൻറ്റ് പെയ്ഡ് ഒരു പേയ്മെൻ്റ് ആണ്. ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്, ന്യൂസ് പേപ്പേഴ്സ് വാങ്ങാനും പീരിയോഡിക്കൽസ് വാങ്ങാനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പേയ്മെൻറ്റിലേക്ക് വരേണ്ട ഒരു ഐറ്റാണ്. ഫേർണിച്ചർ പർച്ചേസ്ഡ് 10,000 രൂപയുടെ ഫേർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. പേയ്മെൻറ്റ് സൈഡിലേക്ക് വരേണ്ട ഒരു ഐറ്റാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് ഇത്തരം ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ ഇത്തരം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. 2,000 രൂപ റെസീപ്റ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ബാലൻസ് ആണ് 1000 കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ റെസീപ്റ്റുകളും ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പേയ്മെൻറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പേയ്മെൻറ്റുകളും ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ടോട്ടലി ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ആ ബാലൻസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിച്ചിട്ടുണ്ട്. 49,300 രൂപയാണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് നമുക്കവിടെ കാണുന്നത്. ഇവിടെ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ബാങ്ക് എന്ന് കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസിംഗ് ക്യാഷ് ബാങ്ക് എന്ന് കാണിച്ചിട്ടില്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്ന ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഇവിടെ കാണിച്ചിട്ടില്ല. ബാലൻസ് ആയിട്ട് വരുന്നത് 49,300 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഈ 2 ക്വസ്റ്റ്യനിലൂടെ തന്നെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും അത് ചെയ്യുന്നതും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. താങ്ക്